വിധിച്ചേട്ടൻ ഒരുപാട് നല്ല പാട്ടുകളൊക്കെ പാടിയിട്ടുണ്ട്. അത് ദിലീപിനെ പോലുള്ള നായകന്മാരാണ് കൂടുതലും പാടി അഭിനയിച്ചിട്ടുള്ളത്. അത് കാണുമ്പോൾ വിധിച്ചേട്ടന് അവരോട് അസൂയ തോന്നാറുണ്ടോ? എന്തിന്? അവരുണ്ടെങ്കിലല്ലേ എനിക്ക് പാടാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അസൂയൊന്നുമില്ല. പക്ഷെ പിന്നെ സൂപ്പർ സ്റ്റാർസിൻ്റെ മൂവി പാടാൻ പറ്റുന്നില്ലല്ലോ എന്നൊരു വിഷമമുണ്ട്. പക്ഷേ എനിക്ക് പട്ടാളത്തിൽ മമ്മൂട്ടി സാറിൻ്റെ ഫിലിം എന്നുള്ള രീതിയിൽ പാടാൻ പറ്റി. പിന്നെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് മോഹൻലാൽ സാറിൻ്റെ ഒരു മൂവിയിലും പാടാൻ പറ്റി. പക്ഷേ അദ്ദേഹത്തിന് വോയിസ് കൊടുത്തതാണോ എന്നറിയില്ല, അദ്ദേഹം ഓർക്കുന്നതാണോ എന്നറിയില്ല ആ സീൻ. പക്ഷേ ദിലീപേട്ടന് എനിക്ക് തോന്നുന്നു ഞാൻ ദിലീപേട്ടന് വേണ്ടിയിട്ടായിരിക്കും കൂടുതൽ പാടിയിട്ടുള്ളത്. അതുകൊണ്ട് എനിക്ക് അസൂയൊന്നും തോന്നാറില്ല. എനിക്ക് ഒരു ഭാഗ്യമായിട്ടേ കരുതുന്നുള്ളൂ ഞാനത്. ആ റോളിൽ വിധിച്ചേട്ടനായിരിക്കണം എന്ന് തോന്നിയിട്ടില്ല പലപ്പോഴും? അത് ഞാൻ ആഗ്രഹിച്ചാലും എൻ്റെ വീട്ടുകാർ ആഗ്രഹിക്കില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ അത് ആഗ്രഹിച്ചിട്ടും കാര്യമില്ല. കാരണം വീട്ടിൽ നിന്ന് അഭിനയിക്കാൻ വിടത്തില്ല. പിന്നെ എന്താണ്, അതുകൊണ്ട് അസൂയൊന്നുമില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ അഭിനയത്തിനെ കുറിച്ച് ഇപ്പോൾ ഒന്നും ആലോചിച്ചിട്ടുമില്ല. നമ്മൾ ഇതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക, ഇതിൽ പാടി പോവുക എന്നുള്ള രീതിയിലാണ്. എന്താണ് മോൻ്റെ പേരെന്താണ്? റോജൻ. റോജൻ. എവിടെ സ്ഥലം? കല്ലമ്പല. കല്ലമ്പല. ഓക്കെ. കുട്ടിക്കാലത്തെ കുറിച്ചൊന്ന് പറയാമോ? കുട്ടിക്കാലം നാട് ശരിക്കും അച്ഛൻ്റെ നാട് തൃശ്ശൂർ, അമ്മയുടെ നാട് ട്രിവാൻഡ്രം. അപ്പോൾ ഞാൻ സെറ്റിൽ ചെയ്തിരിക്കുന്നത് ട്രിവാൻഡ്രത്താണ്. അച്ഛൻ വെളിയിലായിരുന്നു, ഗൾഫിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അമ്മയുടെ നാട്ടിലാണ് സെറ്റിൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ സ്കൂളിംഗ് 1 തൊട്ട് 4 വരെ ഹോളി ഏഞ്ചൽസ് കോൺവെൻറ്റ്, 5th തൊട്ട് 10th വരെ ഞാൻ ക്രൈസ്റ്റ് നഗറിലായിരുന്നു. പ്രീ ഡിഗ്രി തൊട്ട് ഡിഗ്രി ഫൈനൽ ഇയർ വരെ മാറി വെനസ് കോളേജിലായിരുന്നു, ട്രിവാൻഡ്രം. എല്ലാം ട്രിവാൻഡ്രത്തായിരുന്നു. അച്ഛൻ്റെ പേര് വി ആർ പ്രതാപൻ, അമ്മയുടെ പേര് ലൈല പ്രതാപൻ. എനിക്കൊരു സിസ്റ്ററുണ്ട്. മ്യൂസിക് ലവേഴ്സാണ് എല്ലാവരും വീട്ടിൽ. അതുകൊണ്ട് കൂടുതലും അച്ഛൻ കൂടുതലും സ്പെൻഡ് ചെയ്യാറുണ്ട്. അമ്മ വരാറില്ല. എന്നാലും മ്യൂസിക്കിനോട് താല്പര്യക്കുറവൊന്നുമില്ല. അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ അമ്മ പുറത്തിറങ്ങാത്തൊരു നേച്ചർ ആയതുകൊണ്ട് നമ്മളങ്ങനെ വീട്ടിൽ തന്നെ അമ്മ കൂടാനാണ് അമ്മയ്ക്ക് ഇഷ്ടം. വിളിക്കുമെങ്കിലും വരാറില്ല. ചേച്ചി ട്രിവാൻഡ്രത്ത് എൻ്റെ ഒന്ന് പഠിച്ചിരുന്നത്, വിമൻസ് കോളേജിലായിരുന്നു. കല്യാണം കഴിഞ്ഞു, US സെറ്റിൽ ചെയ്തിരിക്കുന്നത്. ചേട്ടൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്. കൊച്ചുമോളുണ്ട്, ദിവ എന്നാണ് പേര്. ഹായ് വിതു. ഹായ്. ഇപ്പം എന്ത് ചെയ്യുന്നു? ഞാൻ പഠിത്തം കഴിഞ്ഞു. ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം വേറൊന്നും ചെയ്തില്ല. പിന്നെ ഇപ്പോൾ പാട്ടും ഇതായിട്ട് ഇങ്ങനെ നടക്കുന്നു. കുറച്ച് ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് അച്ഛൻ്റെ ബിസിനസ്സൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുന്നു. ഒരു അടിപൊളി മലയാളം സോങ് ഞങ്ങൾക്ക് വേണ്ടി പാടുമോ? തീർച്ചയായും. ഞാൻ അദ്ഭുത ദ്വീപിൽ ഇറങ്ങിയ ഒരിടത്തൊരിടത്ത് നിന്ന് ഞാൻ പാട്ട് പാടും. ഒരിടത്തൊരിടത്തൊരു കരയുണ്ടേ, അങ്ങനങ്ങനങ്ങനെ
നടുകൗളത്ത് മയങ്ങുമ്പോൾ അങ്ങനെ അങ്ങനെ. Come on everybody. ഒരിടത്തൊരിടത്തൊരു കരയുണ്ട് അങ്ങനെ അങ്ങനെ അങ്ങനെ. ഏഴാം കടലിനും അക്കരയാണ് അങ്ങനെ അങ്ങനെ അങ്ങനെ. കടലും നീന്തി കടന്നാൽ കരയുടെ കുറുകെ നടന്നാൽ തുരുതുരാൺപടയങ്ങനെ അങ്ങനെ. മീനഴകഴകുള്ള പെൺപടയങ്ങനെ അങ്ങനെ. Thank you. That's a good